ഇന്റർനാഷണൽ ന്യൂസ് വായിക്കുന്നത് തെങ്ങിൽ മൂട്ടിൽ നിന്ന് ആണിക്കുട്ടിയും. അങ്ങനെ അല്ലായിരുന്നല്ലോ എന്നോട് പേര് പറഞ്ഞത്. എന്താ ഞാൻ പറഞ്ഞേ? ആണിക്കുട്ടി അല്ല, സോറി, ആനിക്കുട്ടിയും. ഓക്കെ. പ്രധാന വാർത്തകൾ. വാച്ച് നൈറ്റ് പ്രയർ മീറ്റിംഗ് വേർഡ് ഓഫ് ലൈഫ് ചർച്ച് ഓഫ് ഗോഡ് ജനറൽ ബോഡി മീറ്റിംഗ് ഡിസംബർ 31 നടന്നു. വിശ്വാസിയുടെ ഡിസ്നി വേൾഡ് സന്ദർശനം. ഡാളസിൽ നിന്നും ചർച്ച് കവർച്ച. അഗാപ്പെ ഗോസ്പൽ മിഷൻ പ്രവർത്തനം ഇന്ത്യയിൽ. പ്രധാന അന്താരാഷ്ട്ര വാർത്തകൾ. ഇറാനിലെ ക്രൈസ്തവ ഉപദേശി യൗസേഫ് നദർഖാനി വീണ്ടും ജയിലിൽ നിന്നും മോചിതനായി. നോർത്ത് കൊറിയയിൽ 70,000 ക്രിസ്ത്യാനികളെ തടവിൽ പാർപ്പിച്ചിരിക്കുന്നു. വെളിപ്പാടുകളും സ്വപ്നങ്ങളും മുസ്ലിം ജനതയെ ക്രിസ്തുവിലേക്ക് നയിക്കും. വേർഡ് ഓഫ് ലൈഫ് ചർച്ച് ഓഫ് ഗോഡിന്റെ വാച്ച് നൈറ്റ് പ്രയർ മീറ്റിംഗ് വളരെ അനുഗ്രഹീതമായി നടന്നു. ചർച്ച് പാസ്റ്റർ അലക്സ് ടി ഫിലിപ്പ് ദൈവവചനത്തിൽ നിന്നും സഭയ്ക്ക് ദൂതൻ നൽകിക്കൊടുത്തു. ഡിസംബർ 30 സൺഡേയിൽ വേർഡ് ഓഫ് ലൈഫ് ചർച്ച് ഓഫ് ഗോഡിന്റെ ജനറൽ ബോഡി മീറ്റിംഗ് കൂടി ഒഫീഷ്യൽസിനെ തിരഞ്ഞെടുക്കപ്പെട്ടു. യാതൊരു കോലാഹലങ്ങളും കൂടാതെ വളരെ ശാന്തമായി തിരഞ്ഞെടുപ്പ് നടന്നു. എല്ലാ ഒഫീഷ്യൽസിനും ചർച്ചിന്റെ ഹൃദയം നിറഞ്ഞ അഭിവന്ദനങ്ങൾ അറിയിക്കുന്നു. ലാസ്റ്റ് ഇയർ 2012, അതായത് 2 weeks ago, വേർഡ് ഓഫ് ലൈഫ് ചർച്ച് ഓഫ് ഗോഡിൽ നിന്നും റെഞ്ചി ജോർജ് ആൻഡ് ഫാമിലി ഫ്ലോറിഡ ഡിസ്നി വേൾഡ് സന്ദർശിച്ചു. അവിടെയുള്ള പല പല ഡിസ്നി ക്യാരക്ടേഴ്സിനെയും പല പ്രോഗ്രാംസും അമ്പരചുംബികളായ കെട്ടിടങ്ങളും കണ്ടിട്ട് ഇതെല്ലാം ഈ ചെറിയ മനുഷ്യ മസ്തിഷ്കത്തിൽ നിന്നും ഉടലെടുത്തതാണല്ലോ എന്നോർത്ത് വിസ്മയം കൊള്ളുകയും ദൈവത്തെ അതിയായി സ്തുതിക്കുകയും ചെയ്തു എന്ന് അറിയാം. 2012 ക്രിസ്മസ് ദിനത്തിൽ പാസ്റ്റർ നദാർഖാനിയെ വീണ്ടും അറസ്റ്റ് ചെയ്തിരുന്നു. ഇസ്ലാം വിശ്വാസം തള്ളി പറഞ്ഞതാണ് അദ്ദേഹത്തിന്റെ മേൽ ചുമത്തിയിരുന്ന കുറ്റം. എന്നാൽ ജാനുവരി 7 അദ്ദേഹത്തെ വീണ്ടും വിട്ടയച്ചു. അദ്ദേഹത്തിന്റെ വക്കീൽ മുഹമ്മദ് അലി ദഖായെ തടങ്കലിൽ അടച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില മോശമാണെന്ന് ഫോക്സ് ന്യൂസിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നു. ബൈബിൾ കൈവശമാക്കുന്നത് മരണയോഗ്യമായ ശിക്ഷയാണെന്ന് നോർത്ത് കൊറിയയിൽ. എന്നാൽ ഏറ്റവും കുറഞ്ഞ ശിക്ഷ 3 തലമുറകളെ വരെ ജയിലിൽ അടയ്ക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഏകദേശം 70,000 ക്രിസ്ത്യാനികൾ അവിടെ തടങ്കലിൽ കഴിയുന്നു എന്ന് WND വാർത്താപത്രത്തിൽ നിന്നും റിപ്പോർട്ട്. നവംബർ മാസത്തിൽ ഡാളസ് പട്ടണത്തിലുള്ള അനുഗ്രഹീതമായൊരു ദൈവസഭയിൽ ഒരു കൂട്ടം ദുഷ്ട മോഷ്ടാക്കൾ കവർച്ച നടത്തി അവിടെയുള്ള വിലപിടിപ്പുള്ള എല്ലാ ഉപകരണങ്ങളും അപഹരിക്കപ്പെട്ടു. എന്നാൽ വലിയവനായ ദൈവം അവരെ അനുഗ്രഹിച്ചു. ചർച്ച് ഫണ്ട് യൂസ് ചെയ്യാതെ തന്നെ അതിലും മികച്ച സാധനങ്ങൾ മേടിക്കുവാൻ സാധിച്ചുവെന്ന് ചർച്ച് സെക്രട്ടറി അറിയിച്ചു. ദൈവത്തെ അധികമായി മഹത്വപ്പെടുത്തി ആ കള്ളന്മാർ കാല് കുത്തുന്നിടത്തെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ, ആ കള്ളന്മാർ അനുദപിച്ച് സ്വർഗരാജ്യ സിറ്റിസൺ ആകട്ടെ എന്ന് ഒരു വിശ്വാസി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് അറിയിക്കുകയുണ്ടായി. വേർഡ് ഓഫ് ലൈഫ് ചർച്ച് ഓഫ് മെമ്പറും അഗാപ്പെ ഗോസ്പൽ മിഷൻ പ്രസിഡന്റും ആയ PM അലക്സാണ്ടർ ജാനുവരി 17 മിഷൻ പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യയിലേക്ക് കടന്നു പോകുന്നു. തന്റെ ഈ യാത്രയിൽ കേരള, കർണാടക, തമിഴ്നാടുകളിൽ സഭാ പ്രവർത്തനങ്ങൾക്ക് കടന്നു പോകുന്നു. അതിലേക്ക് എല്ലാവരുടെയും പ്രാർത്ഥനയെ പ്രത്യേകം ക്ഷണിച്ചുകൊള്ളുന്നു എന്ന് അറിയിച്ചു. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ഗോത്രം ഇസ്രയേലിൽ തിരിച്ചെത്തി. നഷ്ടപ്പെട്ടു എന്ന് വർഷങ്ങളായി കരുതിയിരുന്ന മനശ്ശെ ഗോത്രക്കാരിൽ 50ഓളം പേർ ഇസ്രയേലിൽ തിരിച്ചെത്തി എന്ന് ടെൽ അവീവിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നു. ഇനിയും 1000ഓളം പേർ മറ്റ് ഗോത്രക്കാരിൽ നിന്നും എത്തുവാനുണ്ടെന്നും ഈ തിരിച്ചുവരവ് 2600 വർഷങ്ങൾക്ക് മുമ്പേ യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചിരുന്നത് നിവർത്തിയായി കാണുകയാണെന്നും ഷാവി ഇസ്രായേൽ എന്ന പ്രസ്ഥാനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന മൈക്കിൾ ഫ്രൂഡ് അവകാശപ്പെട്ടു.
ആഫ്രിക്കയിലെ ഒരു ഇവാഞ്ചലിസം കോൺഫറൻസിൽ 13 പേർ കൊല്ലപ്പെട്ടു. 2013 ജാനുവരി 2 ആഫ്രിക്കയിലെ അങ്കോള എന്ന സ്ഥലത്ത് വെച്ച് നടത്തപ്പെട്ട പെന്റക്കോസ്റ്റൽ ചർച്ച് ഇവാഞ്ചലിസം കോൺഫറൻസിൽ വെച്ച് ആൾക്കൂട്ടത്തിന്റെ ചവിട്ടേറ്റ് 13 പേർ മരിക്കുകയും 120 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. യോഗത്തിന് 70,000 പേരെ പ്രതീക്ഷിച്ചിരുന്നു. എങ്കിലും അനേകം ആളുകൾ വീണ്ടും തിരക്കി കയറിയതാണ് ഈ അത്യാഹിതം ഉണ്ടാകുവാൻ കാരണമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. നമ്പർ 13 അഥവാ 2013 അൺലക്കി നമ്പർ ആണെന്ന് ഒരു കൂട്ടം ജനം അഭിപ്രായപ്പെട്ടപ്പോൾ വിശ്വാസികളായ നമ്മൾക്ക്, അതായത് 2013 ഒരു റീസ്റ്റോറേഷൻ വർഷമാണെന്നും അത് ദൈവമക്കൾക്ക് അനുഗ്രഹത്തിന്റെ ദിവസങ്ങളാണെന്നും ഉറപ്പ് നൽകിക്കൊണ്ട് ഒരു പ്രഗത്ഭനായ ദൈവദാസനിൽ കൂടി ദൂത സഭയ്ക്ക് ലഭിച്ചു എന്ന് ഒരു വിശ്വാസി അഭിപ്രായപ്പെട്ടു. ഇപ്പോൾ ഒരു ബ്രേക്കിംഗ് ന്യൂസ് കിട്ടി എനിക്ക്. എന്തുവാണ് ഇപ്പോൾ കിട്ടിയ വാർത്ത? KP യോഹന്നാൻ യാക്കോബായ സഭയിൽ ലയിക്കാൻ നീക്കം. KP യോഹന്നാൻ നേതൃത്വം നൽകുന്ന ബിലീവേഴ്സ് ചർച്ച് യാക്കോബായ സഭയിൽ ലയിക്കാൻ നീക്കം നടക്കുന്നു. യാക്കോബായ സഭ അധ്യക്ഷൻ തോമസ് പ്രഥമൻ ബാവയും KP യോഹന്നാനുമാണ് ലയന നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. ആഗമന യാക്കോബ സഭയിൽ പാത്രിയർക്കീസിന് കീഴിൽ സ്വതന്ത്ര സഭയായി ബിലീവേഴ്സ് ചർച്ച് നിലനിൽക്കുമെന്ന് തോമസ് പ്രഥമൻ ബാവ പറഞ്ഞു. എന്നാൽ KP യോഹന്നാന്റെ ബിലീവേഴ്സ് ചർച്ചിനെ യാക്കോബായ സഭയുടെ ഭാഗമാക്കുന്നതിന് ഒരു വിഭാഗം മെത്രാന്മാർ യാക്കോബായ സഭയുടെ പാത്രിയാർക്കീസ് ഇഗ്നാത്തിയോസ് ബാവയ്ക്ക് കത്തയച്ചു. ഇതോടെ വാർത്തകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.